അത് അവസാനം ഒന്നും ഉത്തരം കിട്ടാതെ വരുമ്പോഴാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ നേരിട്ട് രാഷ്ട്രീയം പറയട്ടെ, അതിനകത്തുള്ള നിലപാടുകൾ പറയട്ടെ, അതിൽ ഫൈറ്റ് ചെയ്യട്ടെ, അതല്ലേ വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും മോശമായിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിനെ അതും പറയുന്നയാളും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന അത് എവിടെയാണ് മറ്റൊരു സംസ്ഥാനത്ത് വന്ന് പറയുക. അപ്പം അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഫീഡിങ് കൊടുത്തിട്ട് തന്നെയാണ് പറയണം, ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് അത് വളരെ മോശമായി പോയി എന്നുള്ളതാണ്. നിശബ്ദ പ്രചാരണമാണ്. ജോസ് കെ മാണി MP ഉണ്ട്, പാലായിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. ഇപ്പോൾ ഇന്നലെ കൊട്ടിക്കലാശം ഭയങ്കര ആവേശമായിരുന്നു. ആവേശത്തിൽ തന്നെ മുന്നോട്ട് പോയില്ലേ? ഇന്നലെ മാത്രമല്ല, എല്ലാ ദിവസവും അനുകൂലമായ പ്രതികരണമാണ് ലഭിച്ചത്. അവസാനത്തെ ദിവസമാണ് സൈലൻ്റായിട്ടുള്ള സൈലൻ്റായിട്ടുള്ള ക്യാൻവാസിങ്ങാണ് നടക്കുന്നത്. എല്ലാവരെയും കഴിയുന്നിടത്തോളം ആളുകളെ, വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പാലായിൽ ഒരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാകും. അതിനകത്തുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ആ ആത്മവിശ്വാസം തീർച്ചയായും ഇവിടെയുള്ള ജനങ്ങൾ എനിക്ക് നൽകുന്നതാണ്, ഇടതുപക്ഷം നൽകുന്നതാണ്. തിരിച്ചുവരവ് തന്നെയാണ് നമ്മൾ അതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നത്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുടർഭരണത്തിലേക്ക് പോകും എന്നുള്ളതാണ് എല്ലായിടത്തുനിന്നും കിട്ടുന്ന റിപ്പോർട്ട്. പാലായെ സംബന്ധിച്ചോളം പാലായുടെ വികസനം തിരിച്ചു കൊണ്ടുവരണം. ബൃഹത്തായ പദ്ധതികൾ, പാലായുടെ പ്രൗഢി, പാലായുടെ നമ്മുടെ സുവർണകാലം കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരും. തെലങ്കാന മുഖ്യമന്ത്രി വന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോമോനെ വിജയ് എന്ന് പറയുന്നു. അത് പറയുക മാത്രമല്ല, ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ അത് മുഖ്യമന്ത്രിക്ക് കത്തായിട്ട് അയക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അത് പലരും കോൺഗ്രസ് പക്ഷേ അതൊരു വിഷയമല്ല, തമാശയാണെന്നാണ് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ പറഞ്ഞു വയ്ക്കും. ഈ ഒരു കാര്യത്തിൽ നമ്മളൊരു മാന്യത എന്ന് വെച്ചാൽ എന്താണ്, ഒരു കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ്, യങ്സ്റ്ററാണ്, എനിക്കും അദ്ദേഹത്തിനെ നേരിട്ട് അറിയാവുന്നതാണ്. മാത്രമല്ല അദ്ദേഹം പാർലമെൻറ്റിലുണ്ടായിരുന്ന ഒരാളൂടെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഇവിടെ വന്ന് ആ സ്ഥാനത്തിരിക്കുന്ന ആൾ എന്തെങ്കിലും ഒരു ഗിമിക്സ് കാണിക്കുവാൻ പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ പുറയുന്നുള്ള ഒരു ഫീഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ, അല്ലാതെ ഈ വാക്കുകളൊന്നും ലഭിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ആ ഫീഡിങ് ഒന്നും ശരിയല്ല. നമ്മൾ രാഷ്ട്രീയമായിട്ട് കണ്ടിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനെതിരെ വലിയ പ്രതിഷേധം വരുന്നുണ്ട്. മുഖ്യമന്ത്രി അതിനൊരു മറുപടിയും കൊടുത്തു. ഡാഷ്മോൻ എന്ന് പറഞ്ഞത് അതെ, അത് അവസാനം ഒന്നും ഉത്തരം കിട്ടാതെ വരുമ്പോഴാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ നേരിട്ട് രാഷ്ട്രീയം പറയട്ടെ, അതിനകത്തുള്ള നിലപാടുകൾ പറയട്ടെ, അതിൽ ഫൈറ്റ് ചെയ്യട്ടെ, അതല്ലേ വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും മോശമായിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിനെ അതും പറയുന്നയാളും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന അത് എവിടെയാണ് മറ്റൊരു സംസ്ഥാനത്ത് വന്ന് പറയുക. അപ്പം അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഫീഡിങ് കൊടുത്തിട്ട് തന്നെയാണ് പറയണം, ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് അത് വളരെ മോശമായി പോയി എന്നുള്ളതാണ്. മലയാളം വലിയ വശമുണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൂടെയുള്ള കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന, അതായത് രാഹുൽ ഗാന്ധി ഇവിടെ വന്നാലും പറയുന്ന പലതും പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്, നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ട് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മലയാളികൾക്ക് തന്നെ മോശമാണ്, അവരെ ഒരു അപമാനിക്കുന്നതല്ലേ. അതുപോലെ തന്നെയാണ് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പുതിയ വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് മാൻമെയ്ഡ് പ്രളയമാണ് എന്നുള്ളതാണ്. അതിലൊരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വിടുന്നു. പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുത ഉള്ളതല്ല എന്നുള്ളത് നമുക്ക് അതിലെ കാര്യങ്ങൾ കീറിമുറിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഓരോ സമയം ഇലക്ഷൻ്റെ തലേ ദിവസം വന്ന് ഇങ്ങനത്തെയുള്ള ഗിമിക്സ് എല്ലായിടത്തും വരും. അത് ഈ പറയുന്ന അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് പോയി അവസാനത്തെ ഗിമിക്സിലൊന്നും വോട്ട് മറിയാൻ പോകുന്നില്ല. അത് കൃത്യമായി ആ പ്രളയവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. എന്താണെന്നുള്ളത്, എങ്ങനെയാണ് ജനത്തിനെ ചേർത്ത് പിടിച്ചത് അന്നത്തെ സർക്കാർ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇടത് സർക്കാർ ചേർത്ത് പിടിച്ചത് വാദങ്ങളൊന്നും നിൽക്കില്ല, ജനങ്ങൾ LDFനൊപ്പം തന്നെ നിൽക്കും എന്നുള്ളത് അതിന് സംശയമില്ല. LDFനോടൊപ്പമാണ്. അതിൻ്റെ വിപ്രാളമാണല്ലോ ഇപ്പോൾ കാണുന്നത്. ബഹളം, അത് അപ്പുറത്തുനിന്ന് ആളിനെ കൊണ്ടുവരുന്നു ചീത്ത വിളിപ്പിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അത് തന്നെയാണ്. എന്തായാലും ഒരു വിജയം ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് ജോസ് കെ മാണി MP കൃത്യമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്ത. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കാലത്ത് പിടിക്കൊപ്പം റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ കോട്ടയം.